സുന്ദരനാ, രാജുവേട്ടൻ എന്തൊരു സുന്ദരനാണ്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും സ്വപ്നക്കൂട്, പോക്കിരി രാജ, അങ്ങനെ എല്ലാ സിനിമയിലും അന്നിരിക്കുന്ന പോലെ തന്നെയാണ് രാജുവേട്ടൻ ഇന്നും ഇരിക്കുന്നത്. എന്താണ് രാജുവേട്ടന്റെ ബ്യൂട്ടി സീക്രട്ട്? അന്നിരിക്കുന്ന പോലെ അല്ല, ഇപ്പൊ പ്രായമായി 43 വയസ്സായി. ഞാൻ യൂഷ്വലി ആ പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന സിനിമയുടെ കഥാപാത്രം എന്താണോ അതിന്റെ ലുക്കിലാണ് ഉണ്ടാകാറുള്ളത്. ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട്. ആമിർ അലിയെ പറ്റി 2 വാക്ക് പറയുന്നുണ്ട്. ആമിർ അലിയെ പറ്റി പറയാൻ ഇനി സമയമുണ്ടല്ലോ. ഞാൻ ആ സിനിമയുടെ റിലീസുമായി സംബന്ധിച്ച് തീർച്ചയായും മിനിഞ്ഞാന്ന് പാക്കപ്പ് ആയതേ ഉള്ളൂ സിനിമ. ഓഗസ്റ്റ് 20-ാം തീയതി ആ സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും. ഐ നോബഡി പോലെ തന്നെ അതും ഒരു ജേക്സ് ബിജോയ് കത്തിക്കൽ ആയിരിക്കും. തുടങ്ങി. അല്ല രാജേട്ടാ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നൊരു സംഭവമാണ്. കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്നുണ്ട്. ശരീരം ഒരു 10-15 കിലോ കുറയ്ക്കാൻ വേണ്ടി ഒരു വർഷം ഞാൻ കഷ്ടപ്പെട്ടു. രാജേട്ടൻ ഓർമ്മയുണ്ടോ? 15 കിലോ എവിടുന്ന് കുറയ്ക്കാൻ? ഇനി കുറയ്ക്കാനില്ല, കുറഞ്ഞതാ. ഓർമ്മയുണ്ടല്ലോ പണ്ട് കണ്ടത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ ശരീരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിലൊരു ലുക്ക് വേറെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രാജുവേട്ടന്റെ ഈ ലുക്ക് വേറെ, നേരത്തെ ആട് ജീവിതത്തെ കണ്ടപ്പോൾ ലുക്ക് വേറെ. ഈ ബലൂണ് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു? നമ്മളൊരു സിനിമയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ ആണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം ഞാനത് അല്ല, ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ കൈയടി കിട്ടും എന്നുള്ളതുകൊണ്ട് പറയല്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പൊ മമ്മൂക്കനെ നമ്മൾ ഏത് കഥാപാത്രമായിട്ട് കണ്ടാലും മൂപ്പര അതുപോലെ ഇരിക്കുന്നു എന്ന് തോന്നില്ല നമുക്ക്. ഇപ്പൊ അമരത്തിൽ അച്ചൂട്ടിയായിട്ട് കണ്ടാലും ഒരു തനി മുക്കുവനായിട്ട് തോന്നും. ഇപ്പൊ നമുക്ക് കിങ്ങിലെ കളക്ടറായിട്ട് കണ്ടാലും ശരിക്കും ഒരു അങ്ങനത്തെ ഒരാളായിട്ട് തോന്നും. അപ്പൊ ആ രീതിയിൽ മൂപ്പര് ഫിസിക്കലി അങ്ങനെ ഭയങ്കര ഈസിലി ക്യാരക്ടേഴ്സിലേക്ക് ലെൻഡ് ആവുന്ന ഒരാളാണല്ലോ. കമൽ സാർ അങ്ങനെയാണ്, കമൽഹാസൻ സാർ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഇൻസ്പിറേഷൻ. അപ്പോ നാളെ ഒരു ഫിൽം മേക്കർ വന്നിട്ട് എന്റെ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് രാജീവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന പോലെ അങ്ങനെ ആയിത്തീരുക. അപ്പോൾ നാളത്തെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാരണാസി എന്ന് പറയുന്ന സിനിമയിൽ മറ്റൊരു ലുക്കും ശരീരവും അത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആമിർ അലിന്റെ ലുക്കാണ്. ഓക്കെ രാജുവേട്ടാ, എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. നല്ല കാര്യം. അതായത് പൃഥ്വിരാജ് എന്ന പെർഫോമറിനെ മലയാളത്തിന് അറിയാം. ഈ ഒരു സിനിമയിൽ രാജുവേട്ടൻ വിലയിരുത്തുമ്പോൾ എന്റെ പെർഫോമൻസിനെ എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ജേക്സ് ബിജോയ് പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ട് എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ഈ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഇപ്പോൾ ഒരു നടൻ ഒറ്റയ്ക്ക് ഒരു ഗംഭീര പെർഫോമൻസ് കൺസ്ട്രക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനാദ്യം ആവശ്യം നല്ലൊരു റിട്ടേൺ മെറ്റീരിയലാണ്. അതെനിക്ക് കിട്ടി, സമീർ അതെനിക്ക് തന്നു. അതിനുശേഷം ആവശ്യം ആ മെറ്റീരിയലിനെ നല്ല രീതിയിൽ കൺസീവ് ചെയ്യാൻ മാത്രം ക്രാഫ്റ്റും ക്ലാരിറ്റിയും ഉള്ള ഒരു ഫിൽം മേക്കറാണ്. അതും എനിക്ക് കിട്ടി. പിന്നെ ആ പ്രോജക്റ്റിലേക്ക് ഒത്തുചേരുന്ന മറ്റ് ടെക്നീഷ്യൻസ്, അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സ്, അവരവരുടെ ക്രാഫ്റ്റുകൾ കൊണ്ട് ആ റിട്ടേൺ മെറ്റീരിയലിലേക്ക് സംവിധായകനെ പോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അതും ദൈവം സഹായിച്ച ഈ സിനിമയ്ക്കുണ്ട്. സിനിമാറ്റോഗ്രാഫർ, പ്രൊഡക്ഷൻ ഡിസൈനർ, ജേക്സ്, അങ്ങനെ ഒരുപാട് പേര്, കോ ആക്ടേഴ്സ്, എല്ലാവരും ചേർന്നിട്ടാണ് ഓരോ പെർഫോമൻസസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാൾ കത്തിക്കുകയോ അണയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൊളാബറേറ്റീവ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ടായ ഒരു സിനിമയാണ് ഐ നോബഡി എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് രാജീവൻ is a performance that to me I'm very happy about. ഇന്ന് എൻ്റെ അടുത്ത് ഒന്നുകൂടി ഈ സിനിമ ഷൂട്ട് ചെയ്താൽ ബെറ്റർ ആക്കാൻ പറ്റുന്ന സീനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സീനുകൾ ഇതിലും ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷെ ഞാൻ ആടുജീവിതത്തിന്റെ സമയത്ത് പറഞ്ഞതുപോലെ എന്നോട് ചോദിക്കുകയാണ്, ഇതിൽ ഏതെങ്കിലും ഒരു സീനിൽ ഒരു 100% കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അതില്ല. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു രാജുവേട്ടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ ദ ആന്തം ലോഞ്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഖലീഫിനെ പറ്റി സംസാരിച്ചു, നോബഡിനെ പറ്റി നമ്മൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പിൾ ഓഫ് ഡേയ്സ് ബാക്ക് ഒരു പോസ്റ്റർ ലോഞ്ച് ഞങ്ങൾ കണ്ടിരുന്നു. ഒടിയൻ എന്ന സിനിമ പൃഥ്വിരാജ് സുകുമാരൻ, രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്നു. കരൺ ജോഹറിന്റെ ഡെബ്യൂ പ്രൊഡക്ഷൻ. എന്തെങ്കിലും പറയാറായോ ആ സിനിമയെ പറ്റി? ഷൂട്ട് തുടങ്ങിയിട്ടില്ലെന്ന് അറിയാം, പക്ഷെ എന്താണ് പൃഥ്വിരാജ് സുകുമാരൻ എന്നൊരു ആക്ടറിനെ അതിലേക്ക് നയിച്ചത്?
ഞാൻ വരാം. ഞാൻ കരൺ ജോറിനെയും രാഹുലിനെയും മഞ്ജുനെയൊക്കെ വിളിച്ചുകൊണ്ട് ലുലു മോളിൽ അന്ന് വരാം. അപ്പൊ അന്ന് സംസാരിക്കാം നമുക്ക്. ഇനി സമയമുണ്ടല്ലോ നമുക്ക്. ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രാഹുലിന്റെ കഥയും കാര്യങ്ങളെല്ലാം. എനിക്ക് തോന്നുന്ന മലയാളത്തിൽ നമ്മൾ ഈ ആ ജോണറിൽ, ഹൊറർ ജോണറിൽ കണ്ടിട്ടുള്ളതിൽ ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ.